السلام عليكم ورحمة الله. نحن درسنا من قبل عن فؤاد إنه أنقذ الطفل من عمالة الأطفال. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫുആദിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അവനൊരു കുട്ടിയെ ബാലവേലയിൽ നിന്നും രക്ഷിച്ചതുകൊണ്ട് അവനെ അനുമോദിച്ച ഒരു പരിപാടിയാണ് നമ്മൾ കണ്ടത്, അല്ലെ? ഒരു അനുമോദന ചടങ്ങാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമുക്ക് അടുത്ത ഭാഗം നമുക്കൊന്ന് നോക്കാം. നുഇദ് ബർനാമിജൻ ലി ഹഫ്ലത്തിൻ ജറത്തിൽ തക്രീമി ഫുആദ്. നമുക്ക് ബർനാമിജ് തയ്യാറാക്കാം. എന്താ ബർനാമിജ് എന്ന് പറഞ്ഞാൽ? ബർനാമിജ് എന്ന് പറഞ്ഞാൽ കാര്യപരിപാടി എന്നാണ് അർത്ഥം. ബർനാമിജൻ കാര്യപരിപാടിയാണ്. ബർനാമിജ് കാര്യപരിപാടി, അല്ലെ? നമുക്ക് കാര്യപരിപാടി തയ്യാറാക്കാം. ലി ഹഫ്ലത്തിൻ ജറത്തിൽ തക്രീമി ഫുആദ്. ഫുആദിനെ ആദരിക്കാനുള്ള ഒരു സമ്മേളനത്തിൽ, ഒരു പരിപാടിയിൽ നമുക്ക് ആവശ്യമായ കാര്യപരിപാടി തയ്യാറാക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ബർനാമിജ് തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കും. ബർനാമിജ് തയ്യാറാക്കുമ്പോൾ സാധാരണ പരീക്ഷയ്ക്ക് ഒരു തക്രീർ നിങ്ങൾക്ക് തരും, ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് തരും. ആ റിപ്പോർട്ട് വായിച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ എന്ത് തയ്യാറാക്കേണ്ടത്? ബർനാമിജ് തയ്യാറാക്കേണ്ടത്. എന്താ ബർനാമിജ് എന്ന് പറഞ്ഞാൽ? കാര്യപരിപാടി, അല്ലേ? നമ്മൾ സാധാരണ ഒരു സമ്മേളനത്തിൻ്റെ കാര്യപരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോട്ടീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? ആ നോട്ടീസിൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വാഗതം. ആദ്യം ഒരു ഹെഡിങ് ഉണ്ടാവും. ഹെഡിങ്ങിന് ശേഷം സ്വാഗതം എന്ന് കാണും, അല്ലേ? സ്വാഗതം പറഞ്ഞത് ആരാണ്? അവരുടെ പേരെൻ്റെ നേരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അധ്യക്ഷൻ എന്ന് കാണാം. അധ്യക്ഷൻ, അല്ലേ? അധ്യക്ഷൻ കഴിഞ്ഞാൽ പിന്നീട് ഉദ്ഘാടനം എന്ന് കാണാം. അതിനുശേഷം മുഖ്യപ്രഭാഷണം എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം കലിമത്ത് തഹാനി, അതാണ് ആശംസ പ്രസംഗം കാണാം. അവസാനം നന്ദി എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ അറബി വാക്കുകളാണ് ഇവിടെ കൊടുത്തത്. കലിമത്ത് തർഹീബ് എന്ന് പറഞ്ഞാൽ സ്വാഗതമാണ്. ഇപ്പോൾ ഒരു ബർനാമിജ് തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? കലിമത്തു തർഹീബ്, സ്വാഗതം. അത് കഴിഞ്ഞാൽ പിന്നീട് റയീസ്, അധ്യക്ഷൻ. റയീസ് എന്ന് പറഞ്ഞാൽ അധ്യക്ഷൻ എന്നാണ് അർത്ഥം. അത് കഴിഞ്ഞാൽ ഇഫ്തിതാഹ്, ഉദ്ഘാടനം. അതിനുശേഷം കലിമത്തു തഹാനി, ആശംസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു 1, 2, 3 ആൾക്കാരുടെ പേരുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 2 ആളുടെ പേര് എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് സ്ഥലം കാണാനുണ്ട്, അല്ലേ? 1, 2 പേരുടെ പേരുകൾ ഇവിടെ എഴുതണം. അവസാനം കലിമത്തു ശുക്ർ, നന്ദി. ഇതാണ് ഒരു കാര്യപരിപാടി, ഇതാണ് ഒരു ബർനാമിജ്. ഈ ബർനാമിജ് നമുക്ക് ഇവിടെ എഴുതണം. ആരാണ് സ്വാഗതം പറയേണ്ടത്? ആരാണ് അധ്യക്ഷത വഹിക്കേണ്ടത്? ആരാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്? കലിമത്തു തഹാനി, ആശംസ ആരൊക്കെയാണ് പറയേണ്ടത്? നന്ദി ആരാണ് പറയേണ്ടത്? ഇങ്ങനെ ഒരു കാര്യപരിപാടി നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു റിപ്പോർട്ട് ഇവിടെ കാണിച്ചു തരാം. ആ റിപ്പോർട്ട് നോക്കിയിട്ട് നമുക്കൊരു കാര്യപരിപാടി തയ്യാറാക്കാം. ഒരു റിപ്പോർട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ജറത്ത് ഹഫ്ല ലി തക്രീമി ഫുആദ് അല്ലദീ അൻഖദ തിഫ്ല് മിൻ അമാലത്തുൽ അത്ഫാൽ മസാ യൗമുൽ അഹദ്. ഇതാണ് പരിപാടി. എന്താണ് പരിപാടി? സമ്മേളനം നടക്കുകയാണ്. ലി തക്രീമി ഫുആദിനെ അനുമോദിക്കാൻ വേണ്ടി. അല്ലദീ അൻഖദ തിഫ്ല്, കുട്ടി അവൻ രക്ഷിച്ചു. മിൻ അമാലത്തുൽ അത്ഫാൽ, ബാലവേലയിൽ നിന്നും. മസാ യൗമുൽ അഹദ്, മസാ യൗം, അല്ലെ? വൈകുന്നേരം, ഇന്ന് വൈകുന്നേരം, ഞായറാഴ്ച വൈകുന്നേരം. ഫി ഖാഅത്തുൽ മദ്രസ, എവിടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്? ഫി ഖാഅത്തുൽ മദ്രസ, സ്കൂളിൻ്റെ ഹാളിലാണ് സംഘടിപ്പിക്കുന്നത്. ഇഫ്തതഹൽ ഹഫ്ല, ഉദ്ഘാടനം ചെയ്തു സമ്മേളനം, അല്ലെ? ഇഫ്തതഹ, ഉദ്ഘാടനം ചെയ്തു. ആരെ ഉദ്ഘാടനം ചെയ്യുന്നത്? അൽ വസീറുർ റഈസി അൽ മുക്കറം, മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പ്രോഗ്രാം നോട്ടീസിൽ ഇഫ്തിതാഹ് എന്ന ആ സ്ഥാനത്ത് എഴുതേണ്ടത് എന്താണ്? വസീറുർ റഈസി അൽ മുക്കറം എന്ന് എഴുതണം. ഇഫ്തതഹൽ ഹഫ്ല, അത് കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അൽ വസീറുർ റഈസി അൽ മുക്കറം എന്ന് എഴുതണം.
വറഇസ അധ്യക്ഷത വഹിച്ചു. വറഇസ നമ്മൾ പ്രോഗ്രാം നോട്ടീസിൽ റഈസ് എന്നാണുള്ളത്. ഇവിടെ റഇസ എന്നാണ് റിപ്പോർട്ടിൽ കാണുക. റഇസ അൽ ഹഫ്ല, റഇസ അൽ ഹഫ്ല ആരാണ് അധ്യക്ഷത വഹിച്ചത്? ഉലൂവുൽ മജ്ലിസ് തശ്രീഈ, ഇയാളാണ് ആര് അധ്യക്ഷത വഹിച്ചത്. എന്താ ഉലൂവുൽ മജ്ലിസ് തശ്രീഈ എന്ന് പറഞ്ഞാൽ MLA ആണ്. MLAയുടെ അറബി വാക്കാണ് ഉലൂവുൽ മജ്ലിസ് തശ്രീഈ. റഹബ റഈസുൽ മജ്ലിസുൽ ഖുറവി ബിൽ ളുയൂഫിൽ കിറാം അല്ലേ. അപ്പോൾ റഹബ എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുതിയിട്ടുണ്ട് കലിമത്തു തർഹീബ് എന്ന് നിങ്ങൾക്ക് നേരത്തെ ബർനാമിജിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ പേര് എഴുതേണ്ടത്. റഹബ സ്വാഗതം ചെയ്തു. ആര്? റഈസുൽ മജ്ലിസുൽ ഖുറവി. ഇതാണ് കലിമത്തു തർഹീബിന്റെ സ്ഥാനത്ത് എഴുതേണ്ടത്. റഈസുൽ മജ്ലിസുൽ ഖുറവി എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നാണ് അർത്ഥം. ബിൽ ളുയൂഫിൽ കിറാം അതിഥികളെ മാന്യരായ അല്ല ആദരണീയരായ അതിഥികളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതം ചെയ്തു. അൽക്കാ കലിമത്തു തഹാനി ആശംസാ പ്രസംഗം ചെയ്തു. അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ, കലിമത്തു തഹാനി എന്ന് കണ്ടിട്ടുണ്ട്. അവിടെ എഴുതേണ്ടത് മുദീറുൽ മുഖാത്വഹ വ ഉലുവുൽ മജ്ലിസുൽ ഖുറവി, ഇവരാണ് ആശംസ ചെയ്തത്. രണ്ടാൾ വ എന്ന് കണ്ട ഇവിടെ നിങ്ങൾ. അപ്പോൾ ഇത് രണ്ടാമത്തെ ആളാണ്. മുദീറുൽ മുഖാത്വഹ ജില്ലാ കലക്ടർ, വ അപ്പോൾ അടുത്ത ആൾ ആരാണ്? ഉലുവുൽ മജ്ലിസുൽ ഖുറവി. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ്? മുദീറുൽ മുഖാത്വഹ എന്ന് എഴുതുക. രണ്ടാമത്തത് എന്ത് എഴുതുക? ഉലുവുൽ മജ്ലിസുൽ ഖുറവി. വ ഉലുവുൽ മജ്ലിസുൽ ഖുറവി എന്നല്ല എഴുതേണ്ടത്. ഈ വ ഒഴിവാക്കിയിട്ട് ഉലുവുൽ മജ്ലിസുൽ ഖുറവി എന്ന് എഴുതുക. വ നാദിറുൽ മദ്രസ അസ്സയ്യിദ് നാദിർ ഷാ ഖത്ത ശുക്ർ. അപ്പോൾ കലിമത്ത് ശുക്രിന്റെ നേരെ എഴുതേണ്ടത് എന്താ? ആരാണ്? നാദിറുൽ മദ്രസ അസ്സയ്യിദ് നാദിർ ഷാ എന്നാണ് എഴുതേണ്ടത്. ആരാണ് നന്ദി പറഞ്ഞത്? ഹെഡ് മാസ്റ്റർ നാദിർ ഷായാണ് നന്ദി പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഒരു റിപ്പോർട്ട്. ഇങ്ങനെ ഈ റിപ്പോർട്ട് നോക്കിയിട്ട് ഈ റിപ്പോർട്ടിൽ നിന്നും കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ കഴിയും. ഇതിലെ ഓരോന്നും കലിമത്ത് തർഹീബ് ആരാണ് എന്ന് പരത്തിയാൽ അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് ഇവിടെ വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. റിപ്പോർട്ടിൽ കലിമത്തു തർഹീബ് അവസാന ഭാഗത്താണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ബർനാമിജിൽ എഴുതുമ്പോൾ ആദ്യം കലിമത്തു തർഹീബാണ് എഴുതേണ്ടത്. ഇതുപോലെ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് തരും. ആ റിപ്പോർട്ട് നോക്കിയിട്ട് ബർനാമിജ് നിങ്ങൾ തയ്യാറാക്കണം. നിങ്ങൾ നോട്ടിൽ എഴുതണം ഇത് നോക്കിയിട്ട്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ചോദ്യം നോക്കാം. കൈഫ എങ്ങനെയാണ് ഇദാ ഹസ്വൽന അലാ മിസ്ലി ഹാദ തക്രീം, ഇതുപോലെയുള്ളൊരു ഹാദ തക്രീം അല്ലെ, ഇതുപോലെയുള്ളൊരു അനുമോദന ചടങ്ങ് അല്ലെ, ഇതുപോലെയുള്ളൊരു ബഹുമതി നമുക്ക് കിട്ടുകയാണ്. നതഹയ്യൽ നമുക്ക് ഭാവനയിൽ കൊണ്ടുവരാം. വനുഇദ്ദു നമുക്ക് തയ്യാറാക്കാം. മുഫക്കിറ അല ലൗഇൽ അസ്ഇലത്തി താലിയ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന്റെ വെളിച്ചത്തിൽ നമുക്കൊരു ഡയറി തയ്യാറാക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ താഴെ എന്താണ് ചോദ്യം? ഒന്ന്, മത്താ ഹസ്വൽത്ത എപ്പോഴാണ് നിനക്ക് ലഭിച്ചത്? മത്താ എപ്പോൾ, ഹസ്വൽത്ത നിനക്ക് ലഭിച്ചു, അല തക്രീം ഈ ബഹുമതി നിനക്ക് ലഭിച്ചത് എപ്പോഴാണ്? ഒന്ന്. രണ്ട്, ഫി അയ്യി മക്കാനിൻ ഏത് സ്ഥലത്താണ് ജറത്തുൽ ഹഫ്ല സമ്മേളനം നടക്കുന്നത്? മൂന്ന്, മൻ അക്കാമൽ ഹഫ്ല ആരാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്? നാല്, മൻ ഷാറക ഫീ തിൽക്കൽ ഹഫ്ല ആരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്? മൻ ഖദ്ദമ ലക്കൽ ജായിസ ആരാണ് നിനക്ക് സമ്മാനം തന്നത്? മൻ ഖദ്ദമ ആരാണ് തന്നത്? ലക്ക നിനക്ക്, അൽ ജായിസ സമ്മാനം തന്നതാരാ? മാ സബബു എന്താണ് കാരണം? ഹാദ തക്രീം ഈ ബഹുമതിക്ക് കാരണം എന്താണ്? എന്തിനാണ് നിനക്ക് ബഹുമതി ലഭിച്ചത്? നേരത്തെ ഫുആദിന് ലഭിക്കാൻ കാരണം എന്താണ്? അവൻ ഒരു കുട്ടിയെ ബാലവേലയിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ടാണ്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബഹുമതി ലഭിച്ചത് അല്ലെ. അത് എന്തിനാണ്? എന്താണത് കാരണം?
ഏതിലാണ് നിനക്ക് ലഭിച്ചത് എന്നാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി ആ ഡയറിയിൽ ഉണ്ടാവണം. ഇങ്ങനെയാണ് ഒരു ഡയറി നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ എപ്പോഴാണ് സംഘടിപ്പിച്ചത്? നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം ഇവിടെ എഴുതണം അല്ലേ. ഞായറാഴ്ച ആണെങ്കിൽ യോമുൽ അഹദ് എന്ന് എഴുതാം. ഫി അയ്യ മക്കാനിൻ ജറത്തുൽ ഹഫ്ല, എവിടെയാണ് സംഘടിപ്പിച്ചത്? ഫി മദ്രസത്തി ഫി ഖാഅത്തുൽ മദ്രസ എന്ന് എഴുതാം അല്ലെ. ഫി ഖാഅത്തുൽ മദ്രസ. മൻ അഖാമൽ ഹഫ്ല, ആരാണ് സംഘടിപ്പിച്ചത്? അൽ മദ്രസ അല്ലെ. നമ്മുടെ സ്കൂളാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. മൻ ഷാറക ഫീ തിൽക്കൽ ഹഫ്ല, ആരൊക്കെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്തിട്ടുണ്ട്, വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്തിട്ടുണ്ട് അല്ലെ. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇങ്ങനെ പറയാം അൽ വസീറു തർബിയത്തി വ തഅലീം, അൽ വസീറു തർബിയ വ തഅലീം എന്ന് പറയാം. മുഖ്യമന്ത്രിക്ക് എന്ത് പറയും? അൽ വസീറു റഈസി എന്ന് പറയും. അതുപോലെ മൻ ഖദ്ദമലക്കൽ ജായിസ, നിനക്ക് സമ്മാനം തന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേരത്തെ എഴുതിയതുപോലെ എഴുതാം. എന്ത് എഴുതാം? അൽ വസീറു റഈസി എന്ന് എഴുതാം. വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ അൽ വസീറു തർബിയത്ത് വ തഅലീം എന്ന് എഴുതാം. മാ സബബു ഹാദ തക്രീം, ഈ ബഹുമതിക്ക് എന്താണ് കാരണം? എന്തിനാണ് നിനക്ക് ലഭിച്ചത്? അദ്റാറു തദ്ഖീൻ അല്ലേ. അദ്റാറു തദ്ഖീൻ എന്ന് ഇവിടെ എഴുതാം. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പം മുകളിൽ ഉള്ള നേരത്തെ നമ്മുടെ ടെക്സ്റ്റിലുണ്ടായിരുന്ന ഡയറി നമുക്ക് നോക്കാം. ഏകദേശം ആ ഒരു മോഡൽ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. അതിലുള്ള പേരൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. നമുക്ക് ഒന്ന് ആ പേജിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇവിടെ നമുക്ക് കം കാനത്ത് ഫർഹത്തി എന്ന് കാണാം അല്ലേ. ഈ കം കാനത്ത് ഫർഹത്തി എന്നതിന് പകരം കം കാനത്ത് മസറത്തി എന്ന് കൊടുക്കാം. ഫർഹത്ത് മാറ്റിയിട്ട് മസറത്ത് കൊടുത്താൽ മതി. ഇവിടെ നല്ല എഡിങ് മാറിയിട്ടുണ്ട്. ഇനി താഴെ എഴുതാം കം കാനത്ത് മസറത്തി ഹീന ദഅാനി മുദീറുൽ മുഖാത്വഅ ലിൽ ജുലൂസി. ഇവിടെ മുദീറുൽ മുഖാത്വഅ മാറ്റുന്നില്ലെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. അലൽ മസ്രഹി, സ്റ്റേജിലേക്ക് എന്നെ ജില്ലാ കളക്ടർ വിളിച്ചപ്പോൾ എനിക്ക് എത്ര സന്തോഷമുണ്ടായിരുന്നു അല്ലേ. വംതല കൽബി ബിൽ മസറ ബിൽ ഫർഹത്തി അല്ലേ. വംതല കൽബി ബിൽ ഫർഹത്തി ഹീന സാഫഹനി വസീറു തർബിയത്ത് വ തഅലീം. ഇവിടെ എന്ത് എഴുതാം? വസീറു തർബിയത്തി വ തഅലീം. ഫാലത്തു ഐനായ ബി ബാലിഗിൽ ഫറഇ ബി ബാലിഗിൽ ഫറഹി അല്ലേ. എനിക്ക് വളരെയധികം അങ്ങേയറ്റം സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. ഇന്ദമാ ജലസ്തു അമാമ, ഞാൻ ഇരുന്നപ്പോൾ. എവിടെ? ഹഫ്ലുൽ കരീം എന്നതിന് പകരം അമാമ അഹ്ലുൽ ഖറിയ എന്ന് ഇവിടെ എഴുതിയാൽ മതി. ഗ്രാമവാസികൾക്ക് മുന്നിൽ ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് അങ്ങേയറ്റം സന്തോഷം തോന്നി. അദ്കുറു ദാലിക്കർ റജുലുൽ ഫാദിൽ, ഞാൻ ആ വലിയ മനുഷ്യനെ, ആ ശ്രേഷ്ഠനായ ആ മനുഷ്യനെ ഓർക്കുകയായിരുന്നു. ഇവിടെ ഇത് വേണമെന്നില്ല. ഇവിടെ അദ്കുറു ദാലിക്കൽ അയ്യാം എന്നെഴുതാം. ദാലിക്കൽ അയ്യാം, ആ ദിവസങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അല്ലദി ബദല, ചിലവഴിച്ചു. ജുഹൂദഹു എന്നതിന് പകരം ജുഹുദി, എൻ്റെ പരിശ്രമം ചിലവഴിച്ച ആ ദിവസങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അൻ അദ്റാറി തദ്ഖീൻ ഉഖദ്ദിമു ലഹു, ഇതൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇത്ര വരെ നമുക്ക് എഴുതിയിട്ട് ഇവിടെ നമുക്ക് ഈ ഡയറി നിർത്താം. ഇതുപോലെ നിങ്ങളൊരു മോഡൽ ഇതുപോലെ നിങ്ങൾ എഴുതണം. ഞാൻ ഈ വീഡിയോക്ക് താഴെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ ഇത് എഴുതിയതിന് ശേഷം ആ മോഡൽ ഒന്ന് നോക്കുക. എന്നിട്ട് നന്നാക്കിയിട്ട് നിങ്ങൾ ഒരു ഡയറി നിങ്ങൾ തയ്യാറാക്കണം. ഈ 2 വർക്കുകളാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഹെഡിങ്ങാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലൈതഹു ദഹബ ഫിൽ മദ്രസ എന്നുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.